ലോകത്തിൻ്റെ വെളിച്ചമായി ക്രിസ്തുവിൻ്റെ സൗരഭ്യം വീശിക്കൊണ്ട് ക്രിസ്തു ശിഷ്യർ ഈ ഭൂമിയിൽ ആയിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്രകാരം ദൈവമക്കൾ ഈ ഭൂമിയിൽ ഒരനുഗ്രഹമായി ജീവിക്കുവാനായിട്ട് ഉള്ള എല്ലാ ഉദവികളും ദൈവം നൽകുകയും ദൈവം അവരെ ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവവചനത്തിലൂടെ, ദൈവസഭയിലൂടെ, ആത്മീയമായ ശുശ്രൂഷകരിലൂടെയൊക്കെ നമ്മെ ഉത്സാഹിപ്പിച്ച് ബലപ്പെടുത്തി മുമ്പോട്ട് നടത്തുവാനാണ് ദൈവത്തിൻ്റെ താല്പര്യം. എന്നാൽ നമുക്ക് ഒരു ശത്രുവുണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത്. സാത്താൻ നമ്മുടെ ശത്രുവാണ്. ആരംഭത്തിൽ ഹവ്വയെയും ആദാമിനെയും അവരുടെ വിരതിൽ നിന്ന് തെറ്റിച്ച് അതേ കൗശലക്കാരനായ വഞ്ചകനായ സാത്താൻ നമ്മുടെ ശത്രുവാണ്. ഏത് യുദ്ധത്തിലും നാം ശരിയാവണ്ണം പോരാടി ജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശത്രുവിനെക്കുറിച്ച് നമുക്കൊരു ഗ്രാഹ്യം ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ ശത്രു ആരാണ്? നമ്മുടെ ശത്രുവിൻ്റെ സ്വഭാവം എന്താണ്? നമ്മുടെ ശത്രുവിൻ്റെ തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ഗ്രാഹ്യമുണ്ടെങ്കിൽ നമുക്ക് എഫക്റ്റീവായിട്ട് നമ്മുടെ ഈ പോരാട്ടത്തിൽ ആയിരിക്കുവാനായിട്ട് കഴിയും. പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ പ്രകാരം പറയുന്നുണ്ട്, സാത്താൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. മറ്റിടത്തിൽ 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, ഞാൻ യുദ്ധം ചെയ്യുന്നത് ആകാശത്തിൽ മുഷ്ടിയുദ്ധം ചെയ്യുന്നവനെ പോലെയല്ല. പൗലോസിന് തൻ്റെ ടാർഗറ്റ് അറിയാമായിരുന്നു, തൻ്റെ ശത്രു ആരാണ് എന്ന് പൗലോസിന് അറിയാമായിരുന്നു. ആ രീതിയിൽ വ്യക്തമായ ബോധ്യങ്ങളോടെയാണ് അദ്ദേഹം യുദ്ധം ചെയ്തത്. നമുക്ക് വരുന്ന കുറച്ച് സെഷനുകളിൽ സാത്താൻ ആരാണ്, സാത്താൻ്റെ സ്വഭാവം എന്തൊക്കെയാണ്, സാത്താൻ്റെ തന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ദൈവവചനത്തിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നാം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നാം ആദ്യമായി സാത്താനെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. സ്ത്രീയെ വഞ്ചിക്കുവാനായിട്ട് വരുമ്പോൾ അവിടെ സാത്താൻ്റെ ആ സ്വഭാവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. കൗശലമേറിയതായിരുന്നു. ഈ ഒരു വഞ്ചനയുടെ സ്വഭാവം സാത്താൻ്റെ എല്ലാ ഡീലിങ്സിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. വഞ്ചകനെന്ന് ദൈവവചനം പല ഇടങ്ങളിൽ സാത്താനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. വഞ്ചന എന്ന് പറയുമ്പോൾ എപ്പോഴും അത് യാഥാർത്ഥ്യത്തിനോട് അടുത്തിരിക്കും. നമുക്ക് നമ്മുടെ രാജ്യത്തിൽ തന്നെ കഴിഞ്ഞയിടെ 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ നിരോധിക്കുകയുണ്ടായി. അതിൻ്റെ കാരണം ഈ 1000-ൻ്റെയും 500-ൻ്റെയും ഒത്തിരി കള്ളനോട്ടുകൾ നമ്മുടെ രാജ്യത്തിൽ പ്രചരിച്ചിരുന്നു. കള്ളനോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് കള്ളനോട്ടാണെന്ന് യഥാർത്ഥത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുകയില്ല. അതുകൊണ്ടാണ് അതിനെ കള്ളനോട്ട് എന്ന് വിളിക്കുന്നത്. ഒറിജിനലിനെ പോലെ തന്നെയാണ് അത് കാഴ്ചയിലും മട്ടിലും ഭാവത്തിലും ഇരിക്കുക. വളരെ സൂക്ഷ്മ ദൃഷ്ടിയോടെ വീക്ഷിച്ചാൽ മാത്രമേ അത് കള്ളനോട്ടാണ് എന്ന് മനസ്സിലാവുകയുള്ളൂ. സാത്താൻ്റെ പ്രവർത്തനത്തിലും പലപ്പോഴും ഈ രീതിയിൽ ബാഹ്യമായി നോക്കിയാൽ അത് നല്ലതാണ് എന്ന് തോന്നിയേക്കാം. ഇവിടെ നാം ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ, ഉൽപ്പത്തിയിൽ ആരംഭത്തിൽ തന്നെ ഹവ്വയോട് വന്ന് പറയുന്നത്, ഈ ഫലം നീ ഭുജിച്ചാൽ അത് നല്ലതാണ്, നീ മരിക്കുകയില്ല നിശ്ചയം എന്നാണ് പറയുന്നത്. അവളെ ആകർഷിച്ച് വശീകരിച്ച് ആ ഫലം ഭുജിക്കുവാനായിട്ട് പറയുമ്പോൾ അവളുടെ നന്മയ്ക്കാണ് എന്ന വണ്ണമാണ് സാത്താൻ അവളോട് സംസാരിക്കുന്നത്, കൗശലത്തിൽ, തന്ത്രത്തിൽ. എന്നാൽ ഇപ്രകാരം സംസാരിക്കുമ്പോൾ തന്നെ ദൈവം പറഞ്ഞതിന് നേർ വിപരീതമാണ് അവൻ പറയുന്നത്. എന്നാൽ പലപ്പോഴും വഞ്ചനാത്മകമായ രീതിയിൽ സാത്താൻ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ സാത്താൻ്റെ തന്ത്രങ്ങളെ നമുക്ക് തിരിച്ചറിയുവാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് പറ്റാറില്ല. നാം സാത്താനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് സാത്താൻ ഇപ്രകാരം വഞ്ചകനാണ്, അവൻ മനുഷ്യരെ വഞ്ചിക്കുന്നു എന്നൊക്കെ നാം ഗ്രഹിക്കുമ്പോൾ തന്നെ നാം പേടിക്കേണ്ട ആവശ്യമില്ല. ദൈവമക്കളെ സംബന്ധിച്ചോളം യേശുക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ മരണത്തിലൂടെ സാത്താൻ്റെ തലയെ തകർത്തു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ വഴിയിൽ മുമ്പോട്ട് പോകുന്ന, അനുസരണത്തിൻ്റെ വഴിയിൽ മുമ്പോട്ട് പോകുന്ന എല്ലാ ദൈവമക്കളെ സംബന്ധിച്ചോളവും നല്ല മനസാക്ഷിയോടെ മുമ്പോട്ട് പോകുന്ന യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ചോളം പിശാചിനെ പേടിക്കേണ്ട ആവശ്യമില്ല.
നമുക്ക് പിശാചിൻ്റെ അന്ത്യത്തെക്കുറിച്ചും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പിശാച് ഇപ്പോൾ അവൻ തന്ത്രത്തോടുകൂടെ പ്രവർത്തിക്കുന്നു എങ്കിലും പിശാചിൻ്റെ അന്ത്യവും ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നാം വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നാം പിശാചിൻ്റെ അന്ത്യത്തെക്കുറിച്ച് നാം വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 10-ാം വാക്യം, അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. ഇവിടെ പിശാചിനെ മാത്രമല്ല, വഞ്ചിച്ച പിശാചിനെ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിശാച് ഉപയോഗിച്ച മാധ്യമങ്ങളായ കള്ളപ്രവാചകൻ, മൃഗം, ഇവരെയൊക്കെ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടതിനായി ഗന്ധക തീപ്പൊയ്കയിലേക്ക്, ലേക്ക് ഓഫ് ഫയറിലേക്ക് തള്ളിയിടും എന്ന് നാം ദൈവവചനത്തിൽ വായിക്കുന്നു. ചില സമയങ്ങളിൽ പിശാച് ആളുകളെ കുറ്റപ്പെടുത്തി, അവരുടെ പരാജയങ്ങളെ ചൂണ്ടിക്കാണിച്ച്, അവരുടെ കഴിഞ്ഞകാല ജീവിതത്തെ, അവരുടെ പാസ്റ്റിനെ ചൂണ്ടിക്കാണിച്ച് കുറ്റപ്പെടുത്താറുണ്ട്. ഒരു ദൈവദാസൻ ഇപ്രകാരം പറയുകയുണ്ടായി: വെൻ Satan tries to discourage you by pointing at your past, point his future to him. പിശാചിൻ്റെ ഭാവിയെ അവന് കാണിച്ചു കൊടുക്കുക. പിശാചിൻ്റെ ഭാവിയെ അവനോട് പറയുക. പിശാചിൻ്റെ ഭാവി ഇതാണ്: അവൻ ഗന്ധക തീപ്പൊയ്കയിൽ തള്ളിയിടപ്പെടുവാൻ പോവുകയാണ്. അവൻ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കുവാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ നാം പിശാചിനെ പേടിക്കേണ്ടതില്ല. എന്നാൽ പിശാച് ആരാണെന്നും പിശാച് എങ്ങനെയാണ് ഈ ലൂസിഫർ എന്ന ദൂതൻ പിശാച് ആയതെന്നും പിശാചിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തന രീതി എന്താണെന്നും നാം ഗ്രഹിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് പിശാചിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച്, അവൻ്റെ ആരംഭത്തെക്കുറിച്ച് നമുക്ക് അല്പസമയം ദൈവവചനത്തിൽ നിന്ന് നമുക്ക് നോക്കാം. നാം ലൂസിഫർ എന്ന ദൂതൻ, അവൻ പിശാച് ആയതിനെക്കുറിച്ച് ദൈവവചനത്തിൽ നാം വായിക്കുന്നു. നമുക്ക് യെശയ്യാവിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിലും എഹെസ്കേലിൻ്റെ പുസ്തകം 28-ാം അധ്യായത്തിലുമൊക്കെ നാം പിശാചിനെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ നാം പിശാചിനെക്കുറിച്ച് അവിടെ വായിക്കുമ്പോൾ 14-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ അവിടെ നാം വായിക്കുന്നത്: അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? അപ്പോൾ ലൂസിഫർ എന്ന ഈ അരുണോദയ പുത്രനായ ശുക്രൻ, ലൂസിഫർ എന്നാണ് ചില ഇംഗ്ലീഷ് തർജ്ജിമയിൽ അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ ദൂതൻ്റെ പേര് ലൂസിഫർ എന്നായിരുന്നു. വളരെ ശോഭയുള്ള ഒരു ദൈവദൂതൻ. എന്നാൽ ഈ ദൈവദൂതൻ നാം 13-ാം വാക്യത്തിൽ വായിക്കുന്നു: ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. എന്നാൽ നീ പാതാളത്തിലേക്കും നാശകൂപത്തിൻ്റെ അടിയിലേക്കും തന്നെ വീഴും. നമുക്കറിയാം, ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഈ ലൂസിഫർ എന്ന മനോഹര രൂപിയായ ഈ ദൈവദൂതൻ തൻ്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും, ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും, ദൈവത്തിനും മുകളിൽ ഞാൻ കയറും, ഞാൻ ദൈവത്തിന് സമനാകും, അത്യുന്നതനോട് സമനാകും എന്ന് ഹൃദയത്തിൽ പറഞ്ഞു എന്നാണ് നാം ഇവിടെ ദൈവവചനത്തിൽ വായിക്കുന്നത്. ഈ ദൂതൻ്റെ ഹൃദയത്തിലുണ്ടായ ഉന്നത ചിന്തയാണ് ഈ ഒരു ദൂതനെ പിശാചാക്കി മാറ്റിയത്. ദൂതൻ സാത്താനായി നാം ദൈവവചനത്തിൽ നാം വായിക്കുന്നു. ഇപ്രകാരം ഉന്നത ചിന്തയോടെ, നികള ഹൃദയത്തോടെ അത്യുന്നതനോട് സമനാകുവാനായി ഹൃദയത്തിൽ ഇപ്രകാരം നികള ചിന്തയോടെ കൂടെ ഇരുന്ന ഈ സാത്താനെയും സാത്താൻ്റെ സൈന്യത്തെയും, ദൂതന്മാരിൽ 1/3 ഭാഗത്തെയും ഈ ഭൂമിയിലേക്ക് ദൈവം തള്ളിയിടുകയും അങ്ങനെയാണ് സാത്താൻ തൻ്റെ പ്രവർത്തനം ക്രോധത്തോടുകൂടെ ഈ ഭൂമിയിൽ ആരംഭിച്ചത്. അതിൻ്റെ ആദ്യത്തെ ഇരയായി ഹവ്വയെ വഞ്ചിച്ചു, ആദാമിനെ വഞ്ചിച്ചു. അപ്രകാരം ഭൂമിയിൽ പാപം കടന്നു വന്നു എന്ന് നാം ദൈവവചനത്തിൽ വായിക്കുന്നു. ഇപ്രകാരം നിഗളത്തിൽ ഉന്നത ചിന്തയോടുകൂടെയാണ് പാപം ഈ ഭൂമിയിൽ
ഉടലെടുത്തത്. അപ്രകാരമാണ് ദൂതൻ പിശാചായി മാറിയത്. അങ്ങനെ ഭൂമിയിലേക്ക് കടന്നു വന്ന ഈ പാപത്തിന് പരിഹാരമായിട്ടാണ് ദൈവം തൻ്റെ സ്വന്തം ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് കാൽവറി ക്രൂസിൽ മരിച്ച് രക്തം ചിന്തി മരിച്ച് ആ മരണത്തിലൂടെ നമ്മുടെ പാപങ്ങൾക്കുള്ള മോചനം, കർത്താവിൻ്റെ ഈ ഭൂമിയിലെ 33.5 വർഷത്തിലെ പാപം ചെയ്യാതെയുള്ള ജീവിതത്തിലൂടെ പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തു. നാം യേശുക്രിസ്തു കാൽവറി ക്രൂസിൽ യേശുക്രിസ്തു ചെയ്ത പ്രവൃത്തിയെ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 6 മുതലുള്ള വാക്യം: അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. പാപത്തിൻ്റെ ഉത്ഭവം നിഗളത്തിലൂടെയാണ്. ഞാൻ മുകളിലേക്ക് കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്ന് പറഞ്ഞാണ് പാപം ഉത്ഭവിച്ചത്. എന്നാൽ പാപത്തിൻ്റെ പരിഹാരമായി യേശുക്രിസ്തു കാൽവറി ക്രൂസിൽ യാഗമായി തീർന്നപ്പോൾ ഇവിടെ ഇതാ കർത്താവിനെക്കുറിച്ച് അവിടെ പറയുന്നത്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ സമനാകണം എന്നുള്ള ആ ചിന്ത വെടിഞ്ഞ് തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. താഴ്മയുടെ വഴിയിലൂടെ തന്നെത്താൻ താഴ്ത്തുന്നതിലൂടെ ആണ് കർത്താവ് കാൽവറി ക്രൂശിൽ അപ്രകാരം യാഗമായി തീർന്നു. പാപത്തിൻ്റെ പരിഹാരം അങ്ങനെയാണ് ദൈവം പരിഹാരം അങ്ങനെയാണ് ഒരുക്കിയത്. അതുകൊണ്ട് തന്നെ നിഗളത്തിൻ്റെ വഴിയിലൂടെ പിശാച് ഇപ്പോഴും മനുഷ്യരെ തെറ്റിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് പിശാചിനാൽ വഞ്ചിക്കപ്പെടാതിരിക്കുവാനുള്ള ഏറ്റവും സുരക്ഷിതമായ ഇടം താഴ്മയുടെ വഴിയാണ്. താഴ്മയിൽ നമുക്കറിയാമല്ലോ, ഉയരത്തിലിരിക്കുമ്പോൾ ഉയരത്തിൽ നിന്ന് താഴെ വീണാൽ ആ വീഴ്ച വളരെ ഫേറ്റലാണ്. നമുക്ക് കാലൊടിയുകയും ജീവൻ നഷ്ടപ്പെടുവാനും സാധ്യതയുണ്ട്. എന്നാൽ നാം എപ്പോഴും ഭൂമിയുടെ പരപ്പിൽ നമുക്ക് കഴിയുമെങ്കിൽ മുഖം പൊടിയിൽ വെച്ചുകൊണ്ട് നിലത്ത് കിടക്കുകയാണെങ്കിൽ നാം ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്താണ്. താഴ്മയുടെ ഇടം അത് ഏറ്റവും സുരക്ഷിതമാണ്. പിശാചിന് നമ്മെ തൊടുവാനോ വഞ്ചിക്കുവാനോ കഴിയാത്ത ഒരിടമാണ് താഴ്മയുടെ ഇടം. നമുക്ക് പിശാചിനെ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാം. പിശാചിൻ്റെ ചില ക്യാരക്ടേഴ്സ്, അവൻ്റെ സ്വഭാവ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് 5 ക്യാരക്ടേഴ്സ്, പിശാചിൻ്റെ 5 ക്യാരക്ടേഴ്സ് നമുക്ക് ശ്രദ്ധിക്കാം. നാം ദൈവവചനത്തിൽ പലയിടങ്ങളിൽ സാത്താനെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ സാത്താൻ ദുഷ്ടനാണ് എന്ന് നാം വായിക്കുന്നു. പിശാചിൻ്റെ ഒന്നാമത്തെ ഒരു സ്വഭാവം, ഒരു ക്യാരക്ടർ അതാണ്. നാം മത്തായി 6-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ടല്ലോ. നമുക്കറിയാം, കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് ഇങ്ങനെയാണ് പറയുന്നത്: ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ദുഷ്ടനിൽ നിന്ന്, ഇംഗ്ലീഷിൽ അത് പറയുന്നത് ഡെലിവർ us ഫ്രം ദ ഈവിൾ വൺ. എല്ലാ ദുഷ്ടതയുടെയും ആൾരൂപമായ, എല്ലാ ദുഷ്ടതയുടെയും സോഴ്സായ പിശാച്. നാം ദൈവവചനത്തിൽ മറ്റ് പലയിടങ്ങളിലും നാം അപ്രകാരം വായിക്കുന്നുണ്ട്. നമ്മൾ മത്തായി 5-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യത്തിൽ നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ്, ഇല്ല ഇല്ല, ഇതിൽ അധികമായാൽ അത് ദുഷ്ടനിൽ നിന്ന് വരുന്നു എന്ന് നാം ദൈവവചനത്തിൽ വായിക്കുന്നു. നാം വിത്തിൻ്റെ ഉപമ നാം വായിക്കുമ്പോൾ അവൻ വിത്ത് വിതച്ചു, ആ വിത്ത് ആകാശത്തിലെ പറവകൾ എടുത്തുകൊണ്ട് പോയി എന്ന ഒരു സുവിശേഷത്തിൽ നാം വായിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് നാം വായിക്കുന്നത് ആ വിത്ത് ദുഷ്ടൻ എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ എപ്പോഴും ദൈവവചനത്തിൽ പലയിടങ്ങളിലും സാത്താനെ പരാമർശിച്ചിരിക്കുന്നത് ദുഷ്ടൻ എന്നാണ്. ഈവിൾ വൺ, നമ്മെ ദുഷ്ടതയിലേക്ക് പ്രേരിപ്പിക്കുന്ന, ദുഷ്ടതയിലേക്ക് തെറ്റിച്ച് കളയുവാനായിട്ട് ശ്രമിക്കുന്ന ദുഷ്ടൻ. പിശാചിൻ്റെ മറ്റൊരു ക്യാരക്ടർ, അവൻ ഭോഷ്ക് പറയുന്നവനാണ് എന്ന് നാം ദൈവവചനത്തിൽ വായിക്കുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനാണ്. നാം യോഹന്നാൻ്റെ
സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യം, നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവനിൽ സത്യമില്ലായ്ക കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്ത് പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനും ആകുന്നു എന്നാണ് നാം ദൈവവചനത്തിൽ വായിക്കുന്നത്. അവൻ ഭോഷ്ക് പറയുന്നവനാണ്. ഭോഷ്കിൻ്റെ ഉറവിടം അവനാണ്. ഭോഷ്കിൻ്റെ സോഴ്സ് അവനാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വഞ്ചനയുടെയും ഉറവിടം അവനാകുന്നതും അതുകൊണ്ട് തന്നെയാണ് അവൻ. അതുപോലെ തന്നെ യോഹന്നാൻ 10-ാം അധ്യായത്തിലും നാം വായിക്കുന്നു. യോഹന്നാൻ 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവൻ കള്ളനായി മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും ആയിട്ടാണ് അവൻ വരുന്നത്. അപ്പം അവൻ ഭോഷ്ക് പറയുന്നവനാണ്, കള്ളനാണ് എന്ന് നാം ദൈവവചനത്തിൽ കാണുന്നു. അതുപോലെ തന്നെ നാം ദൈവവചനത്തിൽ പിശാച് ഉപായിയാണ് എന്ന് നാം ദൈവവചനത്തിൽ വായിക്കുന്നു. അവൻ ക്രാഫ്റ്റിയാണ്, ഡീവിയസ് ആണ്, വളരെ ഉപായത്തോടുകൂടെ കൗശലത്തോടുകൂടെ വരുന്നു എന്ന് നാം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിച്ചു. നാം 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. അവിടെ പൗലോസ് വളരെ എരിവോടുകൂടെ ആ കൊരിന്തിലുള്ള വിശ്വാസികളോട് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. ഞാൻ ക്രിസ്തു എന്ന 11-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അവൻ ഉപായിയാണ് എന്ന് നാം ദൈവവചനത്തിൽ കാണുന്നു. പലതരത്തിലുള്ള ഉപായത്തിലൂടെ മനുഷ്യനെ അവൻ തെറ്റിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. അതുപോലെ തന്നെ പിശാചിനെക്കുറിച്ച് നാം വായിക്കുന്നു. 4-മതായി അവൻ തന്ത്രങ്ങൾ മെനയുന്നവനാണ്. നാം പിശാചിൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ എന്ന വാക്യം നാം 2 കൊരിന്ത്യർ നിന്ന് നാം കാണുകയുണ്ടായി. 2-ാം അധ്യായത്തിൽ നാം കാണുകയുണ്ടായി. നാം എഫേസ്യ ലേഖനത്തിലും നാം വായിക്കുന്നത് പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ എന്ന് നാം ദൈവവചനത്തിൽ നാം വായിക്കുന്നു. പിശാചിൻ്റെ തന്ത്രങ്ങളോട്. അപ്പം അവൻ പല തന്ത്രങ്ങളുമായാണ് നമ്മുടെ അടുക്കിലേക്ക് വരുന്നത്. ആ പിശാച് തന്ത്രപൂർവ്വം അവന് തന്ത്രങ്ങളുമായിട്ട് വരുമ്പോൾ അവനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് നമുക്ക് ദൈവത്തിൻ്റെ സർവായുധവർഗം ആവശ്യമാണ്. അതുപോലെ തന്നെ പിശാചിൻ്റെ 5-ാമത്തെ ക്യാരക്ടറായിട്ട് പറയുന്നത് പിശാച് അപവാദിയാണ്. അവൻ അക്യൂസറാണ്, സ്ലാൻഡറാണ്. അവൻ നമ്മളെ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നമുക്കറിയാം, തൻ്റെ സഹോദരന്മാരെ രാപ്പകൽ കുറ്റം വിധിക്കുന്ന അപവാദിയെ അവൻ തള്ളിയിട്ട് കളഞ്ഞല്ലോ എന്ന് നാം ദൈവവചനത്തിൽ വായിക്കുന്നു. അപവാദിയെ ജയിക്കുന്നത് സാക്ഷ്യവചനത്തിലൂടെയും നമ്മുടെ ജീവനെ സ്നേഹിക്കാത്തതിലൂടെയുമാണ് എന്ന് നാം ദൈവവചനത്തിൽ വായിക്കുന്നു. അപവാദിയായ പിശാച്, നാം പിശാചിൻ്റെ സാത്താൻ്റെ ക്യാരക്ടേഴ്സിനെ കുറിച്ച്, അവൻ്റെ ഡിസീറ്റ്ഫുൾ ക്യാരക്ടേഴ്സിനെ, വഞ്ചനാത്മകമായ അവൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ച് നാം കാണുകയുണ്ടായി. അവൻ ദുഷ്ടനാണ്, അവൻ ഭോഷ്ക് പറയുന്നവനാണ്, അവൻ ഉപായിയാണ്, അവൻ തന്ത്രങ്ങൾ മെനയുന്നവനാണ്, അവൻ അപവാദിയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് പിശാചിൻ്റെ പ്രവർത്തന രീതി, അവൻ എങ്ങനെയാണ് വഞ്ചനയിലൂടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതും നമുക്ക് 5 കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. പിശാച് വ്യക്തികളെ വഞ്ചിക്കുന്നു. ഹി ഡിസീവ്സ് ഇൻഡിവിജ്വൽസ്. വ്യക്തികളെ പിശാച് വഞ്ചിക്കുന്നു. നമുക്ക് അറിയാം, നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നാം വായിച്ചത്, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൽ നാം വായിച്ചു. ഹവ്വ തനിയെ ആയിരുന്ന സമയം നോക്കി അവിടെ ചെന്ന് ഹവ്വയെ അവൻ ഉപായത്താൽ കൗശലത്തിൽ വഞ്ചിച്ചു എന്ന് നാം വായിക്കുന്നു. നാം തിമോത്തിയോസിൻ്റെ പുസ്തകം 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നത്, സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത്. അപ്പോൾ സ്ത്രീയെ അവൻ വഞ്ചിച്ചു. അവൻ വ്യക്തിപരമായി തനിയെ ഇരുന്ന ആ ഒരു ഇൻഡിവിജ്വലിൻ്റെ അടുത്ത് ചെന്ന് വഞ്ചിച്ചതായിട്ട് നാം വായിക്കുന്നു. 2 തിമോത്തിയോസിൽ 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലും നാം വായിക്കുന്നത്, ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. നാം ഇവിടെ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് പറഞ്ഞ് പൗലോസ് പറയുമ്പോൾ അവിടെ നാം വായിക്കുന്നത്, അവർ ദുഷ്ട മനുഷ്യർ, മായാവികൾ, അവർ വഞ്ചിക്കുന്നു, വഞ്ചിക്കപ്പെടുന്നു.
നമ്മുടെ ഈ കാലഘട്ടത്തിലും നമുക്ക് അനേകം ഈ രീതിയിൽ ഉള്ള ദുഷ്ടമനുഷ്യർ ആളുകളെ വഞ്ചിക്കുന്നു. ക്രിസ്തീയ പ്രവർത്തനത്തിൽ പോലും ആളുകളെ വഞ്ചിക്കുന്നതായിട്ട് നമുക്ക് കാണാം. രണ്ടാമതായി പിശാചിൻ്റെ പ്രവർത്തന രീതി, അവൻ കൗണ്ടർഫീറ്റ് മിറാക്കിൾസ്, വ്യാജ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് മനുഷ്യരെ വഞ്ചിക്കുന്നു എന്ന് നാം ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പലയിടങ്ങളിൽ ദൈവവചനത്തിൽ പിശാച് വ്യാജ അത്ഭുതങ്ങളെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ നാം വായിക്കുന്നു. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും എന്ന് നാം ദൈവവചനത്തിൽ നാം വായിക്കുന്നു. ഇപ്രകാരം പിശാച് വഞ്ചിച്ച് വ്യാജ അത്ഭുതങ്ങളെ അവൻ പ്രവർത്തിച്ച് ആളുകളെ തെറ്റിക്കുന്നു. നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരുന്ന സെഷൻസിൽ നമുക്ക് കാണുവാനായിട്ട് ഇന്നത്തെ ക്രിസ്തീയ കാലഘട്ടത്തിൽ എപ്രകാരമാണ് ഇപ്രകാരമുള്ള വഞ്ചനകൾ നടക്കുന്നത്, ഈ വഞ്ചനയിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. ഈ ഒരു സെഷനിൽ നാം പിശാചിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് മാത്രം പരാമർശിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. അതുപോലെ തന്നെ നാം ദൈവവചനത്തിൽ നാം കാണുന്നു, പിശാച് അവൻ്റെ മൂന്നാമത്തെ ഒരു വഞ്ചനാത്മകമായ പ്രവർത്തന രീതി, അവൻ കള്ളപ്രവാചകന്മാരിലൂടെ പിശാച് പ്രവർത്തിക്കുന്നു. അവൻ കള്ളപ്രവാചകന്മാരെ അവൻ നിയോഗിക്കുന്നു എന്ന് ദൈവവചനത്തിൽ വായിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൽ നാം പ്രകാരം വായിക്കുന്നുണ്ട്. മത്തായി 7-ന്റെ 15-ാം വാക്യം, മത്തായി 7-ന്റെ 15-ൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ ആകുന്നു. പ്രവാചകന്മാർ എന്നുള്ള രീതിയിൽ ആടുകളുടെ തോൽ ഇട്ടുകൊണ്ട്, ആടുകളുടെ വേഷം ഇട്ടുകൊണ്ട് ആണ് ഈ ആളുകൾ വരുന്നത്. പക്ഷേ കള്ളപ്രവാചകന്മാരായിരിക്കാം എന്ന് ദൈവവചനം നമുക്ക് മുന്നറിയിപ്പ് തരുന്നു. അവർ അകമയെ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളായിരിക്കാം എന്ന് ദൈവവചനം മുന്നറിയിപ്പ് തരും. അതുപോലെ പിശാചിൻ്റെ മറ്റൊരു തന്ത്രപരമായ രീതിയാണ് അവൻ ദൈവവചനത്തെ കൂട്ടിക്കളയുന്നു. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ഹവ്വായുടെ അടുത്ത് പിശാച് വന്നപ്പോഴും അപ്രകാരം തന്നെയാണ് അവൻ ശ്രമിച്ചത്. അവൻ ദൈവവചനത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ, ദൈവം പറയാത്ത കാര്യങ്ങളെ പറഞ്ഞു എന്ന് പറഞ്ഞു. ദൈവവചനത്തോട് അവൻ കൂട്ടിച്ചേർത്തു. ഇത് ഭുജിക്കുക മാത്രമല്ല, തൊടുകയും ചെയ്യരുത് എന്ന് പിശാച് പറഞ്ഞതായിട്ട്, സാത്താൻ അവിടെ പറഞ്ഞതായിട്ട് നാം വായിക്കുന്നു. തിന്നാൽ ഇത് നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. അപ്പോൾ ദൈവവചനത്തോട് കൂട്ടിച്ചേർത്തു. ദൈവവചനത്തിൽ നിന്ന് ദൈവം പറഞ്ഞ കാര്യത്തെ എടുത്തു മാറ്റി. ഈ രീതിയിൽ ദൈവവചനത്തെ കൂട്ടിക്കളഞ്ഞുകൊണ്ട് പിശാച് തന്ത്രപൂർവം നമ്മുടെ അടുക്കൽ വരുന്നു എന്ന് നാം വായിക്കുന്നു. നാം മത്തായി 4-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വന്നപ്പോഴും അവിടെ ദൈവവചനവുമായിട്ടാണ് പിശാച് അവൻ്റെ അടുക്കൽ വന്നത്. 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അതിനുശേഷം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാനായിട്ട് മരുഭൂമിയിലേക്ക് യേശുക്രിസ്തു പോയപ്പോൾ അവിടെ നാം വായിക്കുന്നത്, പരീക്ഷകൻ അടുത്തു വന്ന്, നീ ദൈവപുത്രൻ എങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ദൈവവചനം, പഴയ നിയമത്തിലുള്ള ദൈവവചനത്തെ ഉദ്ധരിച്ച് ആണ് യേശുവിൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ കർത്താവ് അവനെ വീണ്ടും ദൈവവചനത്തിൽ നിന്ന് മറ്റൊരു ഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് പിശാചിനെ ജയിച്ചത്. അതുകൊണ്ട് തന്നെ ദൈവവചനം തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച്, ദൈവവചനത്തെ തെറ്റായ രീതിയിൽ ഉദ്ധരിച്ച് ഇന്ന് വിശ്വാസികളെ തെറ്റിക്കുന്നു. അതുപോലെ വിശ്വാസികളെ മാത്രമല്ല, അവിശ്വാസികളെ, അഞ്ചാമതായി അവൻ അവിശ്വാസികളുടെ കണ്ണിനെ കുരുടാക്കി കളയുന്നു. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ അവൻ അവിശ്വാസികളുടെ ദൈവവചന സത്യങ്ങളെ ഗ്രഹിക്കാതിരിക്കുവാനായിട്ട്, ഈ തേജസ് അവർക്ക് പ്രകാശിതമാകാതിരിക്കുവാനായി പിശാച് അവിശ്വാസികളുടെ കണ്ണിനെ കുരുടാക്കുന്നു എന്ന് നാം വായിക്കുന്നു. അതുകൊണ്ട് പിശാചിൻ്റെ പ്രവർത്തന രീതികൾ നാം വായിച്ചു. അവൻ വ്യക്തികളെ വഞ്ചിക്കുന്നു. അവൻ വ്യാജ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ആളുകളെ തെറ്റിക്കുന്നു. അവൻ കള്ളപ്രവാചകന്മാരെ നിയമിച്ച് കള്ളപ്രവാചകന്മാരിലൂടെ പ്രവർത്തിച്ച് ആളുകളെ വഞ്ചിക്കുന്നു. ദൈവവചനത്തെ കൂട്ടിക്കളയുകയും ദൈവവചനത്തെ തെറ്റായി ഉദ്ധരിക്കുകയും ചെയ്തുകൊണ്ട് പിശാച് ആളുകളെ വഞ്ചിക്കുന്നു. അവിശ്വാസികളുടെ കണ്ണിനെ കുരുടാക്കുന്നു. വിശ്വാസികളായ ആളുകളുടെയും ഹൃദയദൃഷ്ടി പ്രകാശിക്കാതെ അവരുടെ ഹൃദയത്തെ വശീകരിച്ച് അവൻ തെറ്റിക്കുന്നു. ഇപ്രകാരം പിശാച് തന്ത്രപൂർവം
പിശാച് പല രീതിയിൽ പ്രവർത്തിക്കുന്നു. നമ്മെ സംബന്ധിച്ചോളം ദൈവമക്കളായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചോളം ക്രിസ്തുവിൻ്റെ ശിഷ്യരായി ഈ ഭൂമിയിൽ വെളിച്ചമായി, ഉപ്പായി, ക്രിസ്തുവിൻ്റെ സൗരഭ്യമായി നിൽക്കുവാനായിട്ട് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പിശാചിൻ്റെ തന്ത്രങ്ങളെ നാം തിരിച്ചറിയുകയും പിശാചിൻ്റെ തന്ത്രങ്ങളോട് നാം എതിർത്ത് നിൽക്കുകയും ചെയ്യണം. നമുക്ക് എങ്ങനെയാണ് പിശാചിൻ്റെ തന്ത്രങ്ങളെ നമുക്ക് ജയിക്കുവാനായിട്ട് കഴിയുക? നമുക്ക് വിശദമായി നമുക്ക് വരുന്ന സെഷനുകളിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. എന്നാൽ രക്ഷിക്കപ്പെട്ട് ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ മുമ്പോട്ട് ജീവിക്കുന്ന, നല്ല മനസ്സാക്ഷി സൂക്ഷിച്ച് നമുക്ക് ദൈവം ബോധ്യം തന്ന ഇത് തെറ്റാണ് എന്ന് ദൈവം നമുക്ക് ബോധ്യം തന്ന കാര്യങ്ങളെ നാം തെറ്റാണ് എന്ന് സമ്മതിച്ച് ദൈവത്തിൻ്റെ മുമ്പാകെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് നല്ല മനസ്സാക്ഷി സൂക്ഷിക്കുന്ന ഒരു ദൈവമകനെ, ദൈവമകളെ പിശാചിന് തൊടുവാനായിട്ട് കഴിയുകയില്ല. താഴ്മയിൽ വസിക്കുന്ന ഒരു ദൈവമകൻ, ഒരു ദൈവമകൾ, യേശു ക്രിസ്തു കാണിച്ചു തന്ന മാതൃക അതാണ്. താഴ്മയുടെ വഴി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ താഴ്ത്തി താഴ്മയിൽ വസിക്കുന്ന, നല്ല മനസ്സാക്ഷിയോടുകൂടെ ജീവിക്കുന്ന, പാപങ്ങൾ കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട, രക്ഷിക്കപ്പെട്ട, അനുസരണത്തിൻ്റെ പാതയിൽ മുമ്പോട്ട് പോകുന്ന ഒരു ക്രിസ്ത്യാനിക്ക് പിശാചിനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇസ്രായേലിന് ആഭിചാരം ഏൽക്കുകയില്ല എന്ന് പഴയ നിയമത്തിൽ ഒരു വാക്യം നമുക്ക് വായിക്കുന്നു. അതുകൊണ്ട് യഥാർത്ഥ ഇസ്രായേലിനായി കർത്താവിൻ്റെ മകനും മകളുമായി ജീവിക്കുന്ന നമുക്ക് ദൈവം മുമ്പോട്ട് ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് പിശാചിനെ പേടിക്കാതെ ആത്മീക ജീവിതത്തിൽ നമുക്ക് വളരുവാനായിട്ട് കഴിയും. നമുക്ക് ആ രീതിയിൽ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ പിശാചിൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ജാഗ്രതയോടെ ഈ ദൈവവഴിയിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, അങ്ങ് ഞങ്ങളോട് ഇടപെടുകയും ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്തല്ലോ. ഞങ്ങളുടെ ശത്രുവിൻ്റെ തന്ത്രങ്ങളെ കർത്താവെ ഗ്രഹിച്ചുകൊണ്ട് പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. താഴ്മയുടെ വഴിയിൽ നല്ല മനസാക്ഷിയോടെ കർത്താവെ ഞങ്ങൾ ജീവിച്ചുകൊണ്ട് വഞ്ചകനായ സാത്താൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് ഈ ഭൂമിയിൽ കർത്താവെ പിശാചിനെ ജയിച്ചുകൊണ്ട്, ജീവിത സാഹചര്യങ്ങളിൽ പിശാചിൻ്റെ പരീക്ഷണങ്ങളെ കർത്താവെ നേരിട്ട് ജയിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.